താങ്കളുടെ ഈ വിഷയത്തിലെ നിലപാടിൽ അവ്യക്തതയുണ്ട് എന്നത് ശ്രീ സണ്ണി എം കവിക്കാടിന്റെ അഭിപ്രായം മാത്രമല്ല, എൻ്റെ കൂടി അഭിപ്രായമാണ്. ശ്രീ ഗോപീഷ്ണൻ, എവിടെയാണ് അതിൽ അവ്യക്തത? അതായത് വിശ്വാസികളാണ് ഇത് പരിഷ്കരിക്കേണ്ടത്. ഇപ്പം വൈക്കം ആരൊക്കെയാണ്? മഹാനായ ഇ വി രാമസ്വാമി നായക്കരെ ബഹുമാനമേ ഉള്ളൂ. പക്ഷേ വൈക്കത്തിന് നേതൃത്വം നൽകുന്നത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിയും മന്നത്ത് പത്മനാഭനും അടക്കമുള്ള ആൾക്കാരാണ്. വിശ്വാസിയായ യഥാർത്ഥ ഹിന്ദു സന്യാസിയായ മഹാത്മാഗാന്ധിയാണ് വൈക്കത്തേക്ക് വരുന്നത്. നമ്മുടെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നുപോലും മഹാത്മാഗാന്ധി മഹാരാജാവിനോട് ചെന്ന് പറയുകയും, മഹാരാജാവെ, നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ഈ അൺടച്ചബിലിറ്റി ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി എന്ന ഒരു സന്യാസി ചെന്ന് സംസാരിക്കുകയും മഹാരാജാവിന് വലിയ, അല്ലെങ്കിൽ അന്ന് കുട്ടി കൂടിയായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ തിരുമനസിന് വലിയ മാറ്റം ഉണ്ടാകുകയും ചെയ്യുകയാണ്. അപ്പം കോൺഫ്രണ്ടേഷൻ ഇല്ലാതെ ആരെയും ആരെയും അധിക്ഷേപിക്കാതെ, ആരും മോശക്കാരാക്കാതെ പരിവർത്തനത്തിന്റെ പോസിബിലിറ്റി ഉണ്ട്. അവിടെയാണ് വൈക്കത്താണെങ്കിലും ഇ വി രാമസ്വാമി നായക്കർ വന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വലിയ സ്വാധീനവും ചെലുത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ആരാധനാലയങ്ങളിലെ മേൽവസ്ത്രം എന്നത് ഒരു ഊരണം എന്ന നിബന്ധന എടുത്തു കളയേണ്ടതാണ് എന്ന അഭിപ്രായം ആണോ രാഹുലിന്? അതല്ല, അതും ഈ നേരത്തെ പറഞ്ഞതുപോലെ ആചാരങ്ങളുടെ ഭാഗമായി തുടരേണ്ടതാണ് മാറ്റമില്ലാതെ എന്നാണോ? ഇത്തരം കാര്യങ്ങൾ ആചാരങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ നൂറ്റാണ്ടായി നമ്മൾ തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു ദിവസം കൊണ്ട് നാളെ നിങ്ങൾ എല്ലാം ഷർട്ട് ഇടണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിനതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ശബരിമലയിൽ നമുക്ക് എടുക്കാം. ശ്രീ ഗോപീഷ്ണൻ ശ്രദ്ധിച്ചു കാണും, പലപ്പോഴും ഈ ഷർട്ട് ഇട്ട് വന്ന് തൊഴുന്ന ഒരുപാട് പേരെ നമ്മൾ കാണും, കറുപ്പും ഉടുത്തു വരുന്നവർ കാണും. പക്ഷേ ഗുരുവായൂർ അങ്ങനെയല്ല, വളരെ നിഷ്കർഷയുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിഷ്കർഷയുണ്ട്. അപ്പോൾ ഓരോ അമ്പലത്തിനും ഓരോ രീതികളാണ്. ഇതിനെയെല്ലാം ഒരു ഹോമോജിനൈസ് ചെയ്യാനോ ഏകവൽക്കരിക്കാനോ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അവിടെയാണ് സച്ചിദാനന്ദ സ്വാമികളുടെ നിലപാടും അഭിപ്രായവും നമ്മുടെ ഗുരുതുല്യമാണ്, നമ്മളെല്ലാം കേൾക്കേണ്ടതാണ്. എന്നാൽ ഓരോ അമ്പലത്തിന്റെയും തീരുമാനം അവിടുത്തെ തന്ത്രിമാർക്ക് എടുക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ അടക്കം തീരുമാനം. അതായത് തന്ത്രിയാണ് ഒരു അമ്പലത്തിലെ റിച്വലിസ്റ്റിക് കാര്യങ്ങളുടെ പരമാധികാരി. അതാണ് സുപ്രീം കോടതിയുടെയും പൊസിഷൻ. കാര്യം ഓരോ അമ്പലവും, രാഹുൽ പറഞ്ഞതുപോലെ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വത്തിനും കൊച്ചി ദേവസ്വത്തിനും ഒക്കെ ഈ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാവുന്നതാണ്. കാരണം അവിടെയൊക്കെ തന്നെ ഈ സർക്കാരിന് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാവുന്നതുമാണ്. അല്ല, അത് കോടതി ചലഞ്ച് ചെയ്യപ്പെട്ട പ്രശ്നമോ? കാര്യം കോടതിയിൽ, ഉദാഹരണം ഞാൻ പ്രാക്ടിക്കലി അങ്ങേക്ക് ഓർമ്മയുള്ള ഒരു കാര്യം പറയാം. ചുരിദാർ ഇട്ടുകൊണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ കയറാമെന്ന് അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ വലിയ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. ഞങ്ങളടക്കം ശക്തമായ പ്രക്ഷോഭം നയിക്കുകയും അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു. കോടതി അടക്കം നമ്മളെ സപ്പോർട്ട് ചെയ്തു. കാര്യം ചുരിദാറിനോട് എതിർപ്പൊന്നും ഉണ്ടായിട്ടല്ല. കാര്യം സ്വന്തം അധികാരം ഉറപ്പിക്കാൻ ഒരു ആചാരം മാറ്റി ഇനി ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ മുമ്പോട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. പരിഷ്കരണവാദത്തിന്റെ കപട മുഖം മൂടി അടിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ശബരിമല കാലത്ത് നമ്മൾ കാണുകയുണ്ടായി. എന്ത് പറ്റി? അവസാനം സുപ്രീം കോടതിയുടെ 4-1 വെർഡിക്റ്റാണ് ഞങ്ങൾ വിശ്വാസത്തിന്റെ തീക്ഷ്ണത കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞത്, ജനാധിപത്യമായ രീതിയിൽ മറികടന്നത്. അതുകൊണ്ട് വിശ്വാസികളെ കൂടെ വിശ്വാസത്തിലെടുക്കണം. അവിടെയാ പറഞ്ഞത്, സച്ചിദാനന്ദ സ്വാമി പറഞ്ഞാൽ ഞങ്ങളെല്ലാം കേൾക്കാൻ വളരെ സന്തോഷപൂർവ്വം തയ്യാറാകും. പക്ഷേ അത് വിശ്വാസിയായി നിന്ന് പറയണം, അവിശ്വാസിയായി നിന്നുകൊണ്ടല്ല. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഏതായാലും ചർച്ചയുടെ സമയം പൂർത്തിയായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഇത് ഈ ഒരു അരമണിക്കൂർ ചർച്ചയിൽ പൂർത്തിയാക്കാൻ പറ്റുന്നൊരു വിഷയമല്ല എന്ന ബോധ്യം എനിക്കുമുണ്ട്. നമുക്കറിയാം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പരിസരത്തെവിടെയും ഒരു വിഭാഗം ജനതയ്ക്ക് കടന്നു കയറാൻ എത്താൻ പറ്റാത്ത ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. അതെല്ലാം കടന്നാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ആധുനിക പുരോഗമന സമൂഹം എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളിൽ കാലോചിതമായ പരിവർത്തനങ്ങൾ, അത് ഒരു വിപ്ലവകരമായ മാറ്റമാണെങ്കിൽ അത് കാലോചിതമായി തന്നെ നടക്കും എന്ന് നമുക്ക് കരുതാം. അത് മറ്റേതെങ്കിലും ഒരു മതവികാരത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്താത്ത രീതിയിലായിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കരുതാം. ഏതായാലും ഇതിൽ കൂടുതൽ ചർച്ചകൾ ഇനി ഉണ്ടാകും. ശ്രീനാരായണ ഗുരുവിനെ ഒരു തട്ടിയെടുക്കാൻ വേണ്ടി മത നേതാവാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനെതിരെ ജാഗ്രത വേണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയ സ്വഭാവമുണ്ട്. അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്.